സിന്ധു നദീജല കരാർ ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഇത് റദ്ദാക്കിയതിനു ശേഷം പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ജലപ്രതികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ് വാലി ട്രീറ്റി സസ്പെൻഡ് ചെയ്തതിനു ശേഷം പാകിസ്ഥാനിൽ ഒരു ഭൂപ്രദേശം സമ്പൂർണമായി വറ്റി വരളുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. കനാലുകൾ വറ്റുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ വഴി പുറത്തു വന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചത് ഇതിനോടകം തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പാകിസ്ഥാനിലെ മാറാല ഹെഡ് വർക്സിലെ കനാലുകൾ വരണ്ടു പോകുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ വഴി ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IWT ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചതിന്റെ ആദ്യ ദൃശ്യമാണ് ഇപ്പോൾ പ്രത്യാഘാതമായി പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഇന്റലിജൻസ് വിദഗ്ധൻ കേണൽ വിനായക് ഭട്ട് പങ്കിട്ട ഉപഗ്രഹ ചിത്രങ്ങളാണ് പാകിസ്ഥാനിലെ ചെനാബ് നദിയിലെ മാറാല ഹെഡ് വർക്കിലെ ജലപ്രവാഹത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 21, 26 തീയതികളിലെ താരതമ്യ ചിത്രങ്ങൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത കേണൽ ഭട്ട് ഹെഡ് വർക്കിനുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒന്നിലധികം വിതരണ ചാനലുകളും ദൃശ്യപരമായി ഇടുങ്ങിയതായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും പൂർണ്ണമായും വറ്റിപ്പോയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ നദിയുടെ ഒഴുക്കിൽ കാര്യമായ തടസ്സം സംഭവിച്ചതായിട്ടും ഈ ചിത്രങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു. ഇത് ഇന്ത്യ അതിർത്തി കടന്നുള്ള ജലത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മാറ്റത്തെയാണ് എടുത്തു കാണിക്കുന്നത് എന്നും നമുക്ക് പ്രധാനമായി പറയേണ്ടി വരും. ഹെഡ് വർക്കുകളിൽ നിന്ന് പുറപ്പെടുന്ന ജലച്ചാലുകളുടെ വലിപ്പം കുറഞ്ഞു, ഒന്ന് പൂർണ്ണമായും വറ്റിപ്പോയി എന്നാണ് കേണൽ ഭട്ട് പറയുന്നത്. ഇത് IWT താൽക്കാലികമായി നിർത്തിവെച്ചതിന്റെ നിർത്തിവെച്ചതിന് ശേഷം ഇന്ത്യയിൽ ജലസംഭരണം ഉണ്ടെന്നതും സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കേണൽ വിനായക് ഭട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ടെററിസ്റ്റ് നേഷൻസ് അറ്റാക്ക് ഓൺ innocent unarmed civilian tourists, a cowardly religious cleansing reciprocated by India, suspending IWT, the effects seen from comparative satellite imagery of Marala headworks എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. മാറാല ഹെഡ്വർക്സ് ഒരു സാധാരണ ജലസേചന ഘടനയല്ല എന്നുള്ളത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. സിയാൽകോട്ടിനടുത്ത് ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ താഴെയുള്ള ആദ്യത്തെ പ്രധാന പാകിസ്ഥാൻ ജലനിയന്ത്രണ അടിസ്ഥാന സൗകര്യമാണ്. ജമ്മു കശ്മീരിലെ അഖ്നൂർ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് 8 കിലോമീറ്റർ മാത്രം അകലെ സൈനികമായി സെൻസിറ്റീവായ ചിക്കൻ നെക്ക് ഇടനാഴിക്ക് തൊട്ട് തെക്കായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഖാരിഫ് റാബി വിളകൾക്ക് വെള്ളം നിയന്ത്രിക്കുന്നതിൽ ഈ സ്ഥലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ മാറാലയിൽ കാണപ്പെടുന്ന മാറ്റങ്ങൾ ജലശാസ്ത്രപരം മാത്രമല്ല, അവ തന്ത്രപ്രധാനവുമാണ് എന്നുള്ളതാണ് കേണൽ ഭട്ടിന്റെ അഭിപ്രായത്തിൽ. നിയന്ത്രണ രേഖയിലുടനീളം ജലപ്രവാഹം കൃത്രിമത്വത്തിന്റെ സമയവും ആഹ്ലാദവും മനസ്സിലാക്കാൻ ഇന്ത്യ നടത്തുന്ന ഒരു പരീക്ഷണ ഓട്ടത്തെയാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ വെള്ളം സംഭരിക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ വെള്ളം തുറന്നു വിടുകയും ചെയ്യും, അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഒന്നുകിൽ പൂർണ്ണമായും വരണ്ടതായിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ വെള്ളപ്പൊക്കത്തിലായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.